വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡോക്ടർ ഹാരിസ് ആണ് ശരി. ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിച്ചെന്ന മുഖ്യമന്ത്രി വാദം പൊളിയുന്നു. വെളിപ്പെടുത്തും വരെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കുടിശ്ശിക പണം കൊടുത്തില്ല. തുറന്നു പറച്ചിൽ പ്രൊഫഷണൽ സൂയിസൈഡെന്ന് ഡോക്ടർ ഹാരിസ്. ഡോക്ടറുടെ ശ്രമം ആരോഗ്യമേഖലയെ തകർക്കലെന്ന് MV ഗോവിന്ദൻ. അത്യാഹിതത്തിൽ ശ്വാസം മുട്ടി ആരോഗ്യമേഖല. മെഡിക്കൽ കോളേജുകൾക്ക് വേണം അടിയന്തര ചികിത്സ. തിരുവനന്തപുരത്ത് റേഡിയോളജി വിഭാഗത്തിൽ സാങ്കേതിക വിദഗ്ധരില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ അവശ്യ ഉപകരണങ്ങളില്ല. ആലപ്പുഴയിൽ 27 ഡോക്ടർമാരുടെ ഒഴിവുകൾ. DGP നിയമന വിവാദത്തിൽ P. ജയരാജന് പ്രവർത്തകരുടെ വാഴ്ത്തുപാട്ട്. ധീര നിലപാടെന്ന് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ. അധികാരം തലയ്ക്കു പിടിച്ച് രക്തസാക്ഷികളെ മറക്കരുതെന്ന് നേതൃത്വത്തിന് വിമർശനം. സോഷ്യൽ മീഡിയ പിന്തുണയിൽ വലിയ കാര്യമില്ലെന്ന് MV ഗോവിന്ദൻ. പണമില്ലെങ്കിലും പഞ്ചനക്ഷത്ര പരിശീലനം. സംസ്ഥാന GST ഉദ്യോഗസ്ഥർക്ക് 6 ദിവസ ചെലവ് 1/2 കോടിയോളം. 200 പേരുടെ താമസം വൻകിട ഹോട്ടലിൽ. പരിശീലനം സർക്കാർ സ്ഥാപനങ്ങളിൽ നടത്തണമെന്ന ഉത്തരവിന് പുല്ലുവില. मैं मेरे फुल रिस्पॉन्सिबिलिटी के साथ कहना चाहता हूं कि एक बेशर्मी की राजनीति का एक हद है ये। उनके पास एक हाथ में कॉन्स्टिट्यूशन, मुंह में सेक्युलरिज्म, लेकिन राजनीति करते हैं जमाते इस्लामी के साथ. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് രാജീവ് ചന്ദ്രശേഖർ. ഒരു കൈയിൽ ഭരണഘടനയും മറുകൈയിൽ ഭീകര സഖ്യവും. ജമാഅത്തെ കൂട്ടുകെട്ട് അവരുടെ നിരാശയുടെ രാഷ്ട്രീയം. ജയിക്കാനായി ആരുമായും കോൺഗ്രസ് കൂട്ടുകൂടുമെന്നും വിമർശനം. വിസ്മയ കേസിൽ ശിക്ഷാവിധി മരവിപ്പിച്ച് സുപ്രീം കോടതി. പ്രതി കിരൺകുമാറിന് ജാമ്യം. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രതി കസ്റ്റഡിയിൽ തുടരേണ്ടതില്ല. ആലപ്പുഴയിലെ ടൈ കെട്ടിയ ഗുണ്ടകൾ കുടുങ്ങും. മിനി മുത്തൂറ്റിനെതിരെ RBIക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത ശശിയുടെ കുടുംബം. ആത്മഹത്യയ്ക്ക് പ്രേരണ ജീവനക്കാരുടെ ഭീഷണി. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകും. കൊല്ലം നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തിൽ BJP പ്രതിഷേധം. കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ തല്ലിച്ചതച്ച് പോലീസ്. പഞ്ചരാഷ്ട്ര പര്യടനത്തിന് പ്രധാനമന്ത്രി. ആദ്യ സന്ദർശനം ഘാനയിൽ. പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റ് ഇന്ന് മുതൽ. മത്സരം ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ ബെർമിംഗ്ഹാമിൽ. തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് ഗില്ലും കൂട്ടരും. ബുംറ കളിക്കുമോ എന്നുറപ്പില്ല. വാർത്തകളിലേക്ക് വിശദമായി. കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തെറ്റായി ചിത്രീകരിച്ചെന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിയതിലുണ്ടായിരുന്നത് വൻ കുടിശ്ശിക. ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് ശേഷമാണ് ഈ തുക സർക്കാർ അനുവദിച്ചത്. എല്ലാ മെഡിക്കൽ കോളേജുകൾക്കുമായി അനുവദിച്ചത് 25,37 ലക്ഷം രൂപ. ഉത്തരവിന്റെ പകർപ്പ് ജനൻ TVക്ക് ലഭിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാത്തത് കാരണം ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നുപറച്ചിൽ വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. തൊട്ടുപിന്നാലെ ഹാരിസിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും രംഗത്ത് വന്നു.
രാജ്യത്തിന് തന്നെ മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യമേഖലയെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. CPM-ഉം ഹാരിസിനെതിരെ രംഗത്ത് വന്നു. എന്നാൽ ഹാരിസ് പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖകൾ. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉൾപ്പെടെ വാങ്ങിയതിൽ കോടികളുടെ കുടിശ്ശിക നിലനിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാരിന് കത്തയച്ചത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ്. അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട ഈ കത്തിൽ പക്ഷേ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. കഴിഞ്ഞ 28-നാണ് ഉപകരണങ്ങളുടെ ക്ഷാമം ചൂണ്ടിക്കാട്ടി ഹാരിസ് രംഗത്ത് വരുന്നത്. അങ്ങനെ പ്രതിസന്ധിയില്ലെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞെങ്കിലും ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കുടിശ്ശിക തീർക്കാൻ സർക്കാർ പണം അനുവദിച്ചു. 25,37,00,000 രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 3 കോടി രൂപയ്ക്കെടുത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനാണ്. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതും ഹാരിസിന്റെ വാദങ്ങൾ ശരിവെക്കുന്നതുമാണ് ഈ രേഖകൾ. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. പ്രൊഫഷണൽ സൂയിസൈഡാണ് താൻ നടത്തിയതെന്ന് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എല്ലാ വാതിലും കൊട്ടിയടച്ചപ്പോഴാണ് പ്രതികരിച്ചത്. ബ്യൂറോക്രസിക്ക് വീഴ്ചയുണ്ടെന്നും ഹാരിസ് പ്രതികരിച്ചു. പ്രശ്നങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായപ്പോൾ ഉപകരണങ്ങൾ വേഗത്തിലെത്തി. പ്രശ്നമുണ്ടായാലേ പരിഹാരം കാണുമോ എന്നും ഹാരിസ് ചിറക്കലിന്റെ ചോദ്യം. ആരോഗ്യമേഖലയിലും ചുവപ്പുനാട പാടില്ലെന്ന് പറയുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ തടസ്സമില്ലാത്ത സംവിധാനത്തിലേക്ക് മാറേണ്ടതുണ്ട്. തന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ അധികാരികളിൽ നിന്ന് നടപടി പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രൊഫഷണൽ സൂയിസൈഡാണ് താൻ നടത്തിയതെന്നും ഹാരിസ് ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ വാതിലും കൊട്ടിയടച്ചപ്പോഴാണ് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ സംബന്ധിച്ച് പ്രതികരിച്ചതെന്നും ബ്യൂറോക്രസിക്ക് വീഴ്ച ഉണ്ടായെന്നും ഹാരിസ് പറയുന്നു. അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്നും ഹാരിസ് ചൂണ്ടിക്കാട്ടി. ഉപകരണങ്ങളുടെ ക്ഷാമം പലതും ഉണ്ട് നിലവിൽ. അത് ഞാൻ അന്ന് വിദഗ്ധ സമിതിയോട് ഞാനെല്ലാം അതിൻ്റെ എല്ലാ തെളിവുകളോടെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അവരതിന് കുറച്ച് പ്രതിവിധികളും അന്ന് സജസ്റ്റ് ചെയ്തു. ഞാൻ തന്നെ അതൊക്കെ നടപ്പിലാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ നിലപാട് കടുപ്പിച്ചു CPM. ഹാരിസിൻ്റേത് വിമർശിക്കേണ്ട നടപടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാമർശം പ്രതിപക്ഷത്തിന് ആയുധമായി. പറയേണ്ട വേദിയിൽ പറയണമായിരുന്നു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തകർക്കാൻ ശ്രമമെന്നും MV ഗോവിന്ദൻ കൊച്ചിയിൽ പ്രതികരിച്ചു. ചൂണ്ടിക്കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ചൂണ്ടിക്കാണിക്കലൊന്നുമല്ല, നിഷേധാത്മകമായ നിലപാടാണ്. ലോകോത്തരമായ രീതിയിലുള്ള കേരളത്തിലെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയെ വല്ലാതെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അത് ഉപയോഗിച്ചത്. അതാ കാര്യം. അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മാധ്യമങ്ങളോടും എനിക്ക് പറയാനുള്ളത്. വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞത്. ആ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക? ആ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ തന്നെയോ ഏതെങ്കിലും ഒരു മരുന്നോ ഏതെങ്കിലും ഒരു പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ ഉടനെ അതോടുകൂടി കേരളത്തിലെ ഈ പറയുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനം മുഴുവൻ തകർന്നിരിക്കുന്നു എന്ന് പറയാനാണ് UDF ആഗ്രഹിക്കുന്നത്. ഡോക്ടർ ഹാരിസിനെതിരെ മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തി. ഹാരിസ് ചെയ്തത് ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച പ്രവൃത്തിയല്ലെന്നാണ് വിമർശനം. ഹാരിസിനെ തിരുത്തിയ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ നല്ലതെന്നും മന്ത്രി പ്രതികരിച്ചു. PKC അനുസ്മരണ ചടങ്ങിലാണ് മന്ത്രിയുടെ വിമർശനം. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ LDF സർക്കാർ യാതൊന്നും ചെയ്തിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് മാത്രമാണ് ആരോഗ്യ മേഖലയിൽ ഇറക്കിയിട്ടുള്ളത്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാട്ടിയ വിഷയം ഗൗരവമായി എടുക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ ആവശ്യപ്പെട്ടു. മെഡിക്കൽ മേഖലയിൽ ഹോസ്പിറ്റലിൽ ഇത് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇന്നത്തെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഇന്നും ഹെൽത്ത് മേഖലയിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ 80% പൈസ സെൻട്രൽ നിന്ന് വരുന്ന പൈസയാണ്. അപ്പോൾ ഇതാണ് സത്യം. ഇത് ഒരു ഇലക്ഷൻ ഇഷ്യൂ ആണ്. ഇത് ഇലക്ഷൻ ഇഷ്യൂ ആയിട്ട് ജനങ്ങളുടെ ഒരു ഇഷ്യൂ ആയിട്ട് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി അതിനെ വിമർശിക്കുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിൽ പ്രതിസന്ധി. ആവശ്യത്തിന് സാങ്കേതിക വിദഗ്ധർ ഇല്ലാത്തതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. 7 റേഡിയോഗ്രാഫർമാരെ ഡെപ്യൂട്ടേഷനിൽ വിട്ടതോടെ 24 മണിക്കൂർ സേവനമുള്ള റേഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം താളം തെറ്റി. എക്സ്റേ, സ്കാനിംഗ് അടക്കമുള്ളവയ്ക്കായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട സ്ഥിതിയുണ്ടാകുന്നുവെന്നാണ് ആക്ഷേപം.
ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റേഡിയോളജി വിഭാഗമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. എന്നാൽ റേഡിയോളജി വിഭാഗത്തിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാഷ്വാലിറ്റി, OP, SAT, സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നിവിടങ്ങളിലായി 41 സാങ്കേതിക വിദഗ്ധർ മാത്രമാണ് നിലവിലുള്ളത്. ഇതാണ് പ്രതിസന്ധിക്ക് കാരണവും. ഇതിൽ 7 റേഡിയോഗ്രാഫർമാർ ഡെപ്യൂട്ടേഷനിലുമാണ്. ബാക്കിയുള്ള സാങ്കേതിക വിദഗ്ധരാണ് നിലവിലുള്ളത്. CT സ്കാൻ, MRI സ്കാൻ, മാമോഗ്രാം പോലുള്ള നൂതന സംവിധാനങ്ങൾക്കൊപ്പം MRI സ്കാൻ, CT സ്കാൻ, 2 ഡിജിറ്റൽ എക്സ്റേ മെഷീൻ സംവിധാനങ്ങൾ കൂടി പുതുതായി ആരംഭിച്ചു. മെഡിക്കൽ കോളേജിന്റെ തുടക്കത്തിൽ എക്സ്റേ യൂണിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഘട്ടഘട്ടമായി ഈ സംവിധാനങ്ങളൊക്കെയും സ്ഥാപിച്ചത്. പുതിയ സംവിധാനത്തിന് ആനുപാതികമായി കൂടുതൽ തസ്തിക സൃഷ്ടിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. റേഡിയേഷൻ പോലുള്ള മാരക ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന റേഡിയോഗ്രാഫർമാർക്ക് അധിക ജോലിഭാരം മൂലം പലതരം ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ഡെപ്യൂട്ടേഷനിൽ പോയവരെ തിരിച്ചു വിളിച്ചാൽ താൽക്കാലിക ആശ്വാസമുണ്ടാകും. ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജുകളിലായി 7 ഉദ്യോഗസ്ഥരാണ് ഡെപ്യൂട്ടേഷനിലുള്ളത്. അതിൽ 5 പേർ കോന്നിയിലും 2 പേർ ഇടുക്കിയിലുമാണ്. വകുപ്പ് മേധാവി പല പ്രാവശ്യം വർക്കിംഗ് അറേഞ്ച്മെന്റ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു അനുകൂല നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്താൽ 70-ന് മുകളിൽ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ കുറവ് രോഗികൾക്കും കടുത്ത ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. എക്സ്റേ, സ്കാൻ മുതലായ ടെസ്റ്റുകൾക്കായി ദിവസങ്ങൾ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ജനം, തിരുവനന്തപുരം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 6 വിഭാഗങ്ങളിലായി നികത്താനുള്ളത് 27 ഡോക്ടർമാരുടെ ഒഴിവുകളാണ്. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലുള്ളത് 1 ഡോക്ടർ മാത്രം. ചൊവ്വാഴ്ചകളിൽ മാത്രമുള്ള OPയിൽ ആദ്യമെത്തുന്ന 150 രോഗികൾക്ക് മാത്രമാണ് ഡോക്ടറെ കാണാൻ അവസരം. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനും എറണാകുളത്തിനുമിടെ ദേശീയപാതയോരത്തുള്ള ഏക മെഡിക്കൽ കോളേജ് ആശുപത്രിയായ ആലപ്പുഴ വണ്ടാനത്തും ഇന്ന് ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തത തന്നെയാണ് പറയാനാകുന്നത്. 27 ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താനുണ്ട്. രോഗനിർണയത്തിന് നിർണായക പങ്കുവഹിക്കേണ്ട റേഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ളത് 2 ഡോക്ടർമാർ മാത്രമാണ്. അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ് വിഭാഗങ്ങളിലായി 5 ഒഴിവുകൾ റേഡിയോളജിയിൽ നിലനിൽക്കുന്നു. ജനറൽ സർജറി വിഭാഗത്തിൽ 18 അസിസ്റ്റന്റ് പ്രൊഫസർമാർ വേണ്ടിടത്ത് ആകെയുള്ളത് 9 പേർ മാത്രമാണ്. ഏറ്റവും അധികം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലാകട്ടെ ആകെയുള്ളത് 1 ഡോക്ടർ മാത്രം. 2 ഡോക്ടർമാരിൽ ഒരാൾ രാജിവെച്ച് ആലപ്പുഴയിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. ആഴ്ചയിൽ 1 ദിവസം മാത്രമുള്ള OPയിൽ പരിശോധിക്കാൻ കഴിയുന്നത് 150 രോഗികളെ മാത്രം. 300 മുതൽ 350 രോഗികൾ വരെ എത്തുന്ന OPയിൽ ആദ്യമെത്തുന്നവർക്ക് മാത്രമാണ് പരിഗണന. ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ 6 ഒഴിവുകളാണ് നികത്താനുള്ളത്. ന്യൂറോളജിയിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും രാജിവെച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. വൈറൽ ആന്തരിക രക്തസ്രാവവുമായി എത്തിയ ആളുകളെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ആളില്ലാത്തതുകൊണ്ട് അടുത്ത ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഹൗസ് സർജന്മാർ കൂടി ഇല്ലാതായതോടെ അതീവ ദയനീയമാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്ഥിതി. ജനം, ആലപ്പുഴ. ആവശ്യമായ ഉപകരണങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഞങ്ങളുടെ റിപ്പോർട്ടർ മിഥുൻ അയ്യപ്പന് 57,000 രൂപയുടെ ഉപകരണങ്ങളാണ് സ്വകാര്യ സർജിക്കൽസിൽ നിന്ന് വാങ്ങേണ്ടി വന്നത്. ചെലവാക്കിയ പണം പിന്നീട് തിരികെ ലഭിക്കുമെന്നായിരുന്നു പറഞ്ഞെങ്കിലും 1 വർഷം പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ല. 2024 മാർച്ച് മാസത്തിലാണ് കാൽമുട്ടിലെ ലിഗമെന്റ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. ഉടനെ ഡോക്ടർമാർ പറഞ്ഞു, സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളൊന്നും തന്നെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നില്ല. ശസ്ത്രക്രിയ ഉടനെ നടത്തണമെങ്കിൽ ചില ഉപകരണങ്ങൾ പണം കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണം, ചിലത് വാടകയ്ക്കെടുക്കണം. 2024 മാർച്ച് 7-നായിരുന്നു ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുന്നത്. 12-ന് കാലിലെ ലിഗമെന്റ് സർജറി. ആയുഷ്മാൻ ഭാരതിന്റെയോ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെയോ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ യാതൊരു പദ്ധതിയും ആ സമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. സർജറി നടക്കണമെങ്കിൽ പുറത്തുനിന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാടകയായും വിലയ്ക്കും വാങ്ങി നൽകണമെന്ന് ഓർത്തോ വിഭാഗം ഡോക്ടർമാർ പറഞ്ഞു.
സർക്കാർ ഫണ്ട് ലഭിക്കാത്തതിനാൽ തങ്ങൾ നിസ്സഹായരാണെന്ന് അധികൃതർ കൈമലർത്തി. ശസ്ത്രക്രിയയ്ക്കായി പുറത്തുനിന്ന് വാങ്ങേണ്ട ലിസ്റ്റിലുണ്ടായിരുന്നത് ഗ്ലൗസും മാസ്കും അടക്കമുള്ള ഏറ്റവും അടിസ്ഥാന വസ്തുക്കൾ. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വാടക ഉൾപ്പെടെ ചെലവായത് 57,000 രൂപ. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കേണ്ട പ്രധാന ഉപകരണങ്ങൾ തുടങ്ങി സർജൻ ഗൗണും ഗ്ലൗസുകളും മാർക്കർ പെന്നും മോപ്പിൻ പാഡും അടക്കം ഒന്നും തന്നെ മെഡിക്കൽ കോളേജിലില്ല. എല്ലാത്തിനും സ്വകാര്യ ഇടപാടുകാരെ ആശ്രയിക്കണം. അതിന് ബന്ധപ്പെടേണ്ട സ്വകാര്യ സർജിക്കൽസിന്റെ നമ്പറും ഡോക്ടർമാർ തന്നെ നൽകും. ആകെ 57,000 രൂപയുടെ വസ്തുക്കൾ രോഗികൾ തന്നെ വാങ്ങി നൽകണം. ചെലവാക്കിയ പണം ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് ബാങ്ക് അക്കൗണ്ടിൽ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നടപടിയായില്ല. ഇത് ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ പ്രതിദിനം നിരവധി രോഗികളാണ് സർക്കാർ അനാസ്ഥയിൽ വഞ്ചിതരാകുന്നത്. ചെലവായ തുക സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൈകാതെ തന്നെ തിരിച്ചു ലഭിക്കുമെന്നായിരുന്നു നൽകിയിരിക്കുന്ന വാഗ്ദാനം. പക്ഷേ 1 വർഷം പിന്നിട്ടിട്ടും ചില്ലിപ്പണം പോലും തിരികെ ലഭിച്ചിട്ടില്ല. പരസ്യത്തിൽ പറയുന്നതല്ല യഥാർത്ഥ ആരോഗ്യ കേരളം. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം മുടങ്ങിയതിനെ തുടർന്ന് BJP നടത്തിയ പ്രതിഷേധം വിജയം കണ്ടു. ഇന്നലെ പകൽ 11:45 എത്തിച്ച മൃതദേഹം വിട്ടുനൽകാതെ മോർച്ചറി പൂട്ടി ഡോക്ടർ സ്ഥലം വിട്ടതോടെയാണ് BJP പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള സംസ്ഥാനത്തെ ഏക ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി. സമരത്തെ തുടർന്ന് രാത്രി വൈകി ഡോക്ടർ തിരികെ എത്തുകയായിരുന്നു. രാവിലെ 11:45ഓടെയാണ് മധൂർ പഞ്ചായത്തിലെ ഷിരിബാഗുലു സ്വദേശി ചെന്നിയപ്പയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണായിരുന്നു 54-കാരനായ ചെന്നിയപ്പയുടെ മരണം. 5 മണിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് മൃതദേഹം വിട്ടു നൽകാമെന്നായിരുന്നു ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ 5 മണിയോടെ മോർച്ചറി പൂട്ടി ഡോക്ടർ പോവുകയായിരുന്നു. തുടർന്നാണ് ജില്ലാ അധ്യക്ഷ ML അശ്വിനിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയത്. ഡ്രൈവർ നമ്മുടെ പിന്നെ രാവിലെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന് കഴിഞ്ഞ് വരുന്ന അനുഭവം. പിന്നെ അവിടെ നിന്ന് കുഴഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പോലീസ് റിപ്പോർട്ട് കിട്ടിയത് വൈകിയാണെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ 3 മണിക്ക് തന്നെ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 5 ഡോക്ടർ വേണ്ടിയെടുത്ത് 2 പേർ മാത്രമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇതിലൊരാൾക്ക് സ്ഥലം മാറ്റവും ലഭിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് 10 മണിയോടെ ഡോക്ടർ എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ജനം, കാസർഗോഡ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ പരിമിതികളിൽ ഇടപെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ആധുനിക സൗകര്യമുള്ള എക്സ്റേ മെഷീൻ അനിവാര്യമെന്നും കമ്മീഷൻ നിരീക്ഷണം. സിസ്റ്റം വാങ്ങാനുള്ള പ്രപ്പോസൽ 2026-27 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കാമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു. സർക്കാർ ആശുപത്രികളിലെ പരിമിതികളും സാധാരണക്കാർ ആശുപത്രികളിൽ നേരിടുന്ന ദുരിതങ്ങളും ചർച്ചയാകുമ്പോഴാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിലിടപെടുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിലവിലുള്ള പണിമുടക്കുന്ന എക്സ്റേ മെഷീന് പകരം നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും അധികം ഇമേജുകൾ എടുക്കാൻ കഴിയുന്ന ഡിജിറ്റൽ റേഡിയോഗ്രഫി സിസ്റ്റം അനിവാര്യമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിരീക്ഷിച്ചു. സിസ്റ്റം വാങ്ങാനുള്ള പ്രപ്പോസൽ 2026-27 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കാമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ച സാഹചര്യത്തിൽ അപേക്ഷ ലഭിച്ചാൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി 2 മാസത്തിനകം ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സർക്കാർ അനുമതി ലഭിച്ചാൽ എത്രയും വേഗം വാങ്ങാനുള്ള നടപടി DHSഉം DMOയും ജനറൽ ആശുപത്രി സൂപ്രണ്ടും സ്വീകരിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഇടപെടൽ. സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ജനറൽ ആശുപത്രിയിലെ ചീഫ് റേഡിയോഗ്രാഫറും ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും കമ്മീഷൻ സിറ്റിംഗിൽ ഹാജരായി. UPSന് തകരാർ കാരണമാണ് യന്ത്രം പണിമുടക്കിയതെന്നും പുതിയ UPS സ്ഥാപിച്ച് നിലവിൽ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രോഗികളുടെ ബാഹുല്യവും നിരന്തര ഉപയോഗവും കാരണം എക്സ്റേ ഇമേജ് ക്വാളിറ്റിയിൽ ന്യൂനത സംഭവിക്കാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. DR സിസ്റ്റം വാങ്ങുന്നതിനുള്ള ഫണ്ടിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ജനറൽ ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ഇതിന് 2 കോടിയോളം രൂപ വില വരും. ജീവനക്കാർക്ക് എക്സ്റേ എടുക്കാൻ മുൻഗണന നൽകാറില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ സിസ്റ്റം വാങ്ങാൻ ഫണ്ടില്ലാത്തതിനാൽ 26-27 പ്ലാനിൽ പരിഗണിക്കാമെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.
കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ ഗുരുതര പരാതി. തിരുത്തിയാട് സ്വദേശി സുനിലിന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന് കുടുംബം. എന്നാൽ ആരോപണം നിഷേധിച്ച് ആശുപത്രി അധികൃതർ രംഗത്തെത്തി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് വയറുവേദനയെ തുടർന്ന് സുനിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചെറുകുടലിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ ഡോക്ടർമാർ കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പിന്നീട് ഓപ്പൺ സർജറിയും ചെയ്തു. ഇതിനിടയിൽ ഗുരുതരാവസ്ഥയിലായ സുനിലിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സുനിൽ മരിച്ചത്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥയാണ് ഉണ്ടായതെന്നും ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം ആരോപിച്ചു. അപ്പൊ ഇവര് കീഹോൾ ചെയ്തതിന് ശേഷമാണ് അതങ്ങനെ പറയുന്നതിലും മുന്നേ അങ്ങനത്തെ സംഭവം പറഞ്ഞില്ല. ഡോക്ടർ ഇത് സർജറി വേണ്ട പറഞ്ഞതായിരുന്നു. പിന്നെ എമർജൻസി ആയി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ എമർജൻസി ചെയ്ത് പിന്നീട് ICU മാറ്റി, കുറച്ച് ദിവസം കഴിഞ്ഞ് മാറ്റി, പിന്നെയും ICUലേക്ക് തന്നെ കൊണ്ടുപോയി. പിന്നീട് ഒരു പുരോഗതി ഉണ്ടായില്ല. ഇൻഫെക്ഷൻ ICUലൊക്കെ കിടത്തി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതിരിക്കാനാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഇവരെ ഇങ്ങനെ ഓരോരോ ഇതും പറഞ്ഞ് ഇങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോകല്ലാതെ നമുക്കൊരു പ്രതീക്ഷയോ ഒരു പ്രഗതി ഉണ്ടായില്ല. എന്താ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എന്നാൽ ആശുപത്രി അധികൃതർ ആരോപണം നിഷേധിച്ചു. സുനിലിന്റെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് വിശദീകരണം. കുടുംബം നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ഗുരുതര ചികിത്സാ പിഴവ്. കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്ത രോഗി മരിച്ചതായി ബന്ധുക്കളുടെ പരാതി. തിരുവനന്തപുരം മണ്ണന്തല സ്വദേശി അംബികയാണ് മരിച്ചത്. കാലിന് മുറിവേറ്റ് ചികിത്സയ്ക്കെത്തിയ അംബികയ്ക്ക് സ്കാനിങ്ങും തുടർ പരിശോധനയും വൈകിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 4-ാം വാർഡിന്റെ അവസ്ഥയാണിത്. രോഗികളെ കിടത്തി ചികിത്സിക്കാൻ ആവശ്യത്തിന് ബെഡുകളില്ല. ഇതേ വാർഡിലാണ് കാലിലുണ്ടായ ചെറിയൊരു മുറിവുമായി അംബികാമ്മയും എത്തിയത്. തികച്ചും ആരോഗ്യവതിയായി മെഡിക്കൽ കോളേജിലെത്തിയ അംബികാമ്മ പിന്നീട് വീട്ടിലെത്തുന്നതാകട്ടെ പക്ഷാഘാതം സംഭവിച്ച് തളർന്ന ശരീരവുമായി. സ്കാനിങ് കഴിഞ്ഞ് റൂമിൽ വാർഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ഉടനെ ബെഡിൽ കിടത്തി ഉടനെ അമ്മയ്ക്ക് ഫിറ്റ്സ് വന്നു. 2 പ്രാവശ്യം നല്ല രീതിയിൽ ഫിറ്റ്സ് വന്നു. വായിൽ പതയുന്നവരെയൊക്കെ വന്നു. അമ്മയ്ക്ക് അവരൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. 3-ാമത്തെ ദിവസമാണ് അമ്മയ്ക്ക് ബോധം വന്നത്, കണ്ണ് തുറന്നത്. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഫിറ്റ്സ് റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആണ്, സ്ട്രോക്കായി, അതുകൊണ്ട് അതിനുള്ള മരുന്ന് ഇനി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ട്രോക്ക് വരാനുള്ള കാരണം എന്താണ്? എൻ്റെ അമ്മയ്ക്ക് അത്രയും നേരം 8 മണിക്കൂറോളം അമ്മയ്ക്ക് സ്കാനിങ് വൈകിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നത്. നല്ലതുപോലെ ആരോഗ്യവതിയായിട്ടിരുന്ന അമ്മയാണ്. സർക്കാരിന്റെയും മെഡിക്കൽ കോളേജിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അംബികാമ്മയുടെ മകൻ. സമയബന്ധിതമായിട്ട് ചികിത്സ കിട്ടാണ്ട് വരുന്നത് അവിടുത്തെ സിസ്റ്റം ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ മാത്രം. ഏറ്റവും 90% സിസ്റ്റം ഫെയിലിയർ ആയതുകൊണ്ട് തന്നെയാണ് രോഗിക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ 10 ദിവസം എൻ്റെ അമ്മ അവിടെ കിടന്നു. ഈ 10 ദിവസവും ഈ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഡോക്ടർ പോലും വന്ന് അമ്മയുടെ സെല്ലുലൈറ്റിസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൺസൾട്ടൻ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇത് സൂപ്പറിനോട് ചെന്ന് പറഞ്ഞപ്പോൾ സൂപ്പറിന് നമുക്ക് ആവശ്യത്തിന് സ്റ്റാഫില്ല, നമുക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, ഗവൺമെൻറ് നമുക്ക് ഇത്രേ തരുന്നുള്ളൂ. ഇതാണ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞ വാക്ക്. എന്നിട്ട് സൂപ്രണ്ടിൻ്റെ മുമ്പിൽ വെച്ച് അവിടുത്തെ HOD വിളിച്ചു. HOD വന്ന് അമ്മയെ കണ്ടിട്ട് HOD വരെ റിപ്പോർട്ട് കേസ് ഷീറ്റിൽ എഴുതി സർജറി വാർഡിലെ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എമർജൻസി ആയിട്ട് ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും 10 ദിവസമായിട്ട് പോലും ആരും അവിടെ തിരിഞ്ഞു നോക്കിയില്ല. 8 മണിക്കൂറിലധികമാണ് CT സ്കാൻ ചെയ്യുന്നതിനു വേണ്ടി ഭക്ഷണം പോലും കഴിക്കാനാകാതെ ഡയബറ്റിസ് പേഷ്യന്റ് കൂടിയായ അംബികാമ്മ കാത്തു നിൽക്കേണ്ടി വന്നത്. ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ പൊലിയേണ്ടി വരില്ലായിരുന്നു. ഒരു അനാസ്ഥ മൂലം ഒരു ജീവനാണ് അവിടെ നഷ്ടം. ജീവനെന്ന് അതിനകത്ത് ഒരു വിലയുമില്ല. ഒരു വിലയില്ലെന്ന് പറഞ്ഞാൽ ജീവന് ഒരു വിലയില്ല. അപ്പോൾ ഇത് സർക്കാർ ഗൗരവമായിട്ടെടുത്ത് ഇതിനൊരു തീരുമാനമുണ്ടാക്കി, ഇതിനൊരു അന്വേഷണം വയ്ക്കുക, ഇതിനൊരു തീരുമാനമുണ്ടാക്കുക, വേണ്ട സൗകര്യങ്ങൾ ഈ സർക്കാർ ആശുപത്രിയിൽ ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീരെ നിർധനരായിട്ടുള്ള 90% നിർധനരായിട്ടുള്ള രോഗികളാണ് അവിടെ വരുന്നത്. അവരോട് ഈ തരത്തിലുള്ള അനാസ്ഥ കാണിക്കരുത് എന്നാണ്
എനിക്ക് പറയുന്നത് നിലവിലെ ഈ സിറ്റുവേഷനിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ബന്ധുക്കളെയോ ആരെയായിരുന്നാലും ശരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങളുടെ ഉള്ള ജീവൻ കൂടെ നഷ്ടപ്പെടുമെന്ന് എനിക്കിപ്പം എൻ്റെ അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളൂ. തുടർന്ന് പക്ഷാഘാതം സംഭവിക്കുകയും ശരീരം ചലനമറ്റ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു. സമയബന്ധിതമായി ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ തനിക്ക് അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും മകൻ പറയുന്നു. എക്യുപ്മെൻസിൻ്റെ ക്ഷാമമുണ്ട് എന്നുള്ളത് അദ്ദേഹം ഈ സൂപ്രണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞു. എക്യുപ്മെൻസ് ക്ഷാമമുണ്ടെന്നല്ല പറഞ്ഞത്, നമുക്ക് ഇത്രയും സൗകര്യമേ ഉള്ളൂ, സർക്കാർ ഇത്രേ തരുന്നുള്ളൂ. ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ സൗകര്യം കുറവാണ്. അതിൽ നിന്ന് വ്യക്തമല്ലേ? എക്യുപ്മെൻസ് കുറവ് ഷോർട്ടല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അവസ്ഥ വരുമായിരുന്നു. സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് ജീവൻ രക്ഷിക്കാനായി പോയതാണ് ഈ വീട്ടുകാർ. എന്നാൽ ചലനമറ്റ ശരീരമാണ് തിരികെ എത്തിയത്. മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ കർശനമായ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് ഈ വീട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും ഇനിയൊരാൾക്കും ഈ ഒരു ദുരനുഭവം ഉണ്ടാകരുതെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറാമാൻ നിതിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം. DGP നിയമനത്തെ ചൊല്ലി CPM-ൽ ഭിന്നത രൂക്ഷമായിരിക്കെ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും പറയിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം. അത് CPM-നെ സംബന്ധിച്ച് നല്ല വിശ്വാസമുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആ ശ്രമം ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരാൾ പറഞ്ഞോ ഞാൻ മറുപടി പറയാൻ സന്നദ്ധ. അതിനുശേഷം ഒരു അവ്യക്തത വന്നിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം, അതായത് ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് രവിദാസ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഉൾപ്പെടെയാണ് ഇതിൽ നേതൃത്വം കൊടുത്തതെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു അവ്യക്തത ഉണ്ടായിട്ടുണ്ട്. ആ അവ്യക്തത ഏതെങ്കിലും തരത്തിൽ അതങ്ങനെയല്ല, രവിദാസ് ചന്ദ്രശേഖരന് പങ്കില്ലാത്തതാണ് ജയരാജൻ ഇപ്പോൾ പറയുന്നത്. അല്ല, നേരത്തെ പറഞ്ഞതുപോലെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട്. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞല്ലോ, ആ മന്ത്രിസഭാ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ജയരാജന് യാതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റിയെല്ലാം വീണ്ടും വീണ്ടും ദുർവ്യാഖ്യാനം ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ തെളിവ് ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് വിഷ്വലായിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഫേസ്ബുക്ക് നോക്കിയാൽ മതി, ജനങ്ങളും അത് നോക്കും. ഇപ്പോൾ താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞല്ലോ, അതിന് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്. DYFIയിലൊക്കെ ഭയങ്കര ആവേശം ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ. അതെ അതെ, ഞാൻ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ കരുതിക്കോ. അതൊക്കെ അന്ന് പറഞ്ഞിട്ടുള്ള ആ വിഷ്വലിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ പിന്നീട് എൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും വീണ്ടും എൻ്റെ നാവിലൂടെ തന്നെ അത് ആവർത്തിപ്പിക്കുക, അതാണ് നിങ്ങളുടെ ഉദ്ദേശം. പക്ഷെ അന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷവും 14 മാസം കഴിഞ്ഞ് സുപ്രീം കോടതിയാണ് നായനാർ സർക്കാർ ഇതിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ പ്രതിയെടുത്തിട്ടുണ്ട്, അത് കോടതി വരെ പോയിട്ടുണ്ട്. പിന്നീട് കോടതിയിൽ നിന്ന് അദ്ദേഹം കുറ്റമുക്തനായി വരുന്നത്. അപ്പോൾ അന്ന് ഇതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച സർക്കാരുണ്ട്, LDF സർക്കാരുണ്ട്, നായനാർ സർക്കാർ. ഇന്ന് വേറെ LDF സർക്കാർ നിൽക്കുമ്പോൾ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. തമ്മിലൊരു വൈരുദ്ധ്യമില്ല. നിങ്ങൾ വൈരുദ്ധ്യം ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഒരു വൈരുദ്ധ്യവും ഇല്ല എന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് അന്നത്തെ നിങ്ങളെ ഓരോ ചാനലിൻ്റെയും പ്രതിനിധികളോട്, വാർത്താ മാധ്യമങ്ങളുടെ പ്രതിനിധികളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യം അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം അന്നേരത്ത് പറഞ്ഞു വെച്ചതാണ്. അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകന്മാരുടെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞല്ലോ. ദല്ലാൾ നന്ദകുമാർ, മനസ്സിലായില്ലേ? ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ഉണ്ടല്ലോ ഇവിടെ. എന്താ അവർ മിണ്ടാത്തത്? ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ അന്ന് ചോദ്യങ്ങൾ ചോദിച്ചു എന്നോട്. അതിന് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു. പല മാധ്യമങ്ങളും കൊടുത്തു. രവിദാസ് ചന്ദ്രശേഖരൻ DGP-ആയി നിയമിച്ചുകൊണ്ടുള്ള നടപടി അനുകൂലിച്ചുകൊണ്ട് പി ജയരാജൻ, എതിർത്ത് ജയരാജൻ എന്ന് വാർത്ത കൊടുത്തത് ഏഷ്യാനെറ്റാണ്. മനസ്സിലായി? അതാ ഏഷ്യാനെറ്റിൻ്റെ അജണ്ടയുണ്ട്.
ആ അജണ്ടയെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. കേട്ടെ, പറയുന്ന കേൾക്ക്, പൂർത്തിയാവട്ടെ. ദല്ലാൽ നന്ദകുമാർ എന്നെ വിളിച്ചല്ലോ. നിങ്ങൾ ഏഷ്യാനെറ്റിന് വീണ്ടും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി വ്യക്തമായിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ തന്നെ വിളിക്കുകയാണ്. മനസ്സിലായില്ലേ? ദല്ലാൽ നന്ദകുമാർ നിങ്ങളെ സീനിയർ സബ് എഡിറ്ററാ, ആരാ? സീനിയർ എഡിറ്ററാ. അപ്പം അതുകൊണ്ട് ഇമ്മാതിരി തട്ടിപ്പൊന്നും CPM-ൻ്റെ എടുക്കുക വില പോവില്ല. അതാണ് മനസ്സിലായത്. ആരെ കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല, കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് സംഗതി മനസ്സിലായില്ലേ? അല്ല, സംഗതി മനസ്സിലായില്ലേ? നിങ്ങൾ ഏത് മാധ്യമത്തിന്റെ റിപ്പോർട്ടറാണ്? ഏഷ്യാനെറ്റ്. നിങ്ങൾ ചോദിക്കും. അല്ല, ഞാൻ ആ ചോദ്യത്തിനല്ല നിങ്ങൾ മറുപടി പറയുന്നത്. ഞാൻ ആ ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞത് കൃത്യമാണല്ലോ. അതായത് എന്നെ വന്നു കണ്ടതാണ് മാധ്യമ സുഹൃത്തുക്കൾ. മനസ്സിലായില്ലേ? ഞാൻ പാലക്കാട് വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ എന്നെ വന്നു കണ്ടതാണ്. അന്നേരത്ത് മന്ത്രിസഭാ തീരുമാനം വന്നിരിക്കുന്നു എന്ന് മാധ്യമങ്ങളിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എൻ്റെ അന്നത്തെ ആ അഭിമുഖ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്നെ വന്നു കണ്ട മാധ്യമ സുഹൃത്തുക്കളോട് അവരുന്നയിച്ച ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം എൻ്റെ ഫേസ്ബുക്കിൽ ലഭ്യമാകും. 2, അതിനുശേഷമാണ് DGP നിയമന വിവാദത്തിൽ CPM-ൽ ഭിന്നതയില്ല എന്ന് പറയുകയാണ് P. ജയരാജൻ. എല്ലാം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. തത്സമയമാണ് കണ്ടത്. കണ്ണൂരിൽ CPM നേതാവ് P. ജയരാജൻ മാധ്യമങ്ങളെ കണ്ടതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. റവാഡ ചന്ദ്രശേഖരെ DGP ആക്കിയതിൽ കൂത്തുപറമ്പ് ചരിത്രം ഓർമ്മിപ്പിച്ച P. ജയരാജനെ പിന്തുണച്ച് CPM സൈബർ സംഘങ്ങൾ. മറവിയാണ് ഫാസിസമെങ്കിൽ ഓർമ്മകളാണ് പ്രതിരോധമെന്നും P. ജയരാജൻ ചങ്കൂറ്റമുള്ള നേതാവെന്നും പറഞ്ഞാണ് നേതൃത്വത്തിനെ അണികൾ പരസ്യമായി വിമർശിക്കുന്നത്. എന്നാൽ നേതൃത്വം മുഖവിലക്കെടുത്തിട്ടില്ല. കണ്ണൂരിന്റെ പോരാളികൾ PJ ആർമി, കണ്ണൂർ മുഴുപ്പിലങ്ങാട് സഖാക്കൾ തുടങ്ങിയ പ്രൊഫൈലുകളാണ് P. ജയരാജനെ പ്രകീർത്തിച്ചും പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടിനെതിരെയും പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. ജീവൻ ത്യജിച്ചവരെ മറന്നാൽ കാലം ചോദ്യം ഉന്നയിച്ചു വരുമെന്നും മറവിയാണ് ഫാസിസമെങ്കിൽ ഓർമ്മകളാണ് പ്രതിരോധമെന്നും സൈബർ സഖാക്കൾ പറയുന്നു. രക്തസാക്ഷികളെ മറവിക്ക് വിട്ടുകൊടുക്കാനാവില്ലെന്നും പോസ്റ്റുകൾ പറയുന്നു. റവാഡ ചന്ദ്രശേഖരെ DGP-ആക്കിയപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പും 6 രക്തസാക്ഷികളെയും മറന്ന നേതൃത്വത്തെ തന്നെയാണ് അണികൾ വിമർശിക്കുന്നത്. സർക്കാരിനെ കൂത്തുപറമ്പ് ഓർമ്മപ്പെടുത്തിയ P. ജയരാജനെ മഹാനാക്കാനുള്ള ശ്രമവും സൈബർ അണികൾ ഇതിനിടയിൽ കൂടി നടത്തുന്നു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതിൻ്റെ പേരിൽ മുൻപും ജയരാജൻ ആർമിയെ തള്ളിപ്പറഞ്ഞിട്ടുള്ള CPM നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെ നേരിടുമെന്ന് കണ്ടുതന്നെ അറിയണം. ജനം, കണ്ണൂർ. മറ്റു വാർത്തകളിലേക്ക്. മിനി മുത്തൂറ്റ് ജീവനക്കാരുടെ ഭീഷണിയെ തുടർന്ന് ആലപ്പുഴ വള്ളിക്കുന്നത്ത് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റിസർവ് ബാങ്ക് ഗവർണർക്കടക്കം പരാതി നൽകി ആത്മഹത്യ ചെയ്ത ശശിയുടെ കുടുംബം. മിനി മുത്തൂറ്റിലെ ജീവനക്കാരുടെ ഭീഷണി ആത്മഹത്യയ്ക്ക് പ്രേരണയായെന്നാണ് പരാതി. മിനി മുത്തൂറ്റിൽ നിന്ന് പണപ്പിരിവിനായി എത്തുന്നവരുടെ ഇടപെടൽ ഗുണ്ടകൾക്ക് സമാനമെന്നും ശശിയുടെ കുടുംബം ആരോപിക്കുന്നു. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബം പരാതി നൽകും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, ഈ ശരിക്കും ഗുണ്ടകളെപ്പോലെ അവർ പെരുമാറുന്നു എന്ന് കുടുംബം പറയുന്നുവെങ്കിൽ അതവരുടെ അനുഭവം പറച്ചിലാണ്. അതായത് അത്രമേൽ പ്രശ്നമുണ്ടാക്കി ആ കുടുംബത്തിൽ ഇവരുടെ വരവ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഈ ഭീഷണി മുഴക്കി ഇവർ പുറത്തു നിൽക്കുന്ന സമയത്താണ് അകത്ത് ഈ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് എന്ന വിവരങ്ങളും വരുന്നുണ്ടല്ലോ. കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. ശശിയുടെ മരണം ഉറപ്പിച്ച്, ഇല്ലെങ്കിൽ ശശി ആത്മഹത്യ ചെയ്തു എന്ന് നേരിൽ ബോധ്യപ്പെട്ട ശേഷമാണ് ഈ പിരിവിനായി എത്തിയ ജീവനക്കാർ മടങ്ങിപ്പോകുന്നത്. മിനി മുത്തൂറ്റിലെ ജീവനക്കാർ രാവിലെ എത്തി പണിക്കായി ഇറങ്ങി, സൈക്കിളുമായി പണിക്ക് പോകാൻ ഇറങ്ങിയ ശശിയെ തടഞ്ഞു നിർത്തി അപമാനിക്കുകയും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തതായാണ് ബന്ധുക്കൾ പറയുന്നത്. അതിന് പിന്നാലെയാണ് ശശിയുടെ മരുമകൾക്ക് ശബ്ദ സന്ദേശത്തിലൂടെ ഭീഷണി മുഴക്കിയത്. ആ ഭീഷണി മുഴക്കിയ സന്ദേശം അത് ശശിയുടെ
മരണം അറിഞ്ഞ ഉടനെ അത് ഡിലീറ്റാക്കി കളയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ തികച്ചും ഗുണ്ടകളെ പോലെ തന്നെയാണ് ഈ കുടുംബത്തോടെ മിനി മുത്തൂറ്റിലെ ജീവനക്കാർ ഇടപെട്ടതെന്നാണ് അവരുടെ കുടുംബം നൽകുന്ന പരാതി. അത് റിസർവ് ബാങ്ക് ഗവർണർക്കടക്കം ഈ പരാതി നൽകുന്നു. അതോടൊപ്പം തന്നെ ഇവർ ഈടാക്കുന്ന പലിശ, വലിയ തോതിലുള്ള പലിശയാണ് ഈടാക്കുന്നതെന്നതും ചൂണ്ടിക്കാണിക്കുന്നു. അതായത് നിയമാനുസൃതമല്ല ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതോടൊപ്പം കൃത്യമായ പോലീസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അടക്കം പരാതി നൽകുകയാണ്. നമുക്കറിയാം, ധനകാര്യ സ്ഥാപനം വലിയ രീതിയിൽ കേരളം ഒട്ടാകെ തന്നെ ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും ഇത്തരം ഒരു ഭീഷണി ഉണ്ടായി അതിൻ്റെ പേരിൽ ഒരു ഗ്രഹനാഥൻ ജീവനെടുക്കുമ്പോൾ അതിൻ്റെ അന്വേഷണം സുതാര്യമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ കൃത്യമായ ഇടപെടലുണ്ടാവണം. ഇല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടും എന്ന തിരിച്ചറിവും ഈ കുടുംബത്തിനുണ്ട്. ആ തിരിച്ചറിവോടുകൂടി കൃത്യമായ പരാതികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ കുടുംബം. നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ഈ വിഷയത്തിൽ ഈ മിനി മുത്തൂറ്റിനെതിരെ നീങ്ങും. അത്തരത്തിൽ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് ശശിയുടെ കുടുംബം പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇവർ 50,000 രൂപ വായ്പ എടുത്തതിൻ്റെ കഴിഞ്ഞ 30 തവണത്തെ അടവും കൃത്യമായി അടച്ച് 692 രൂപ കഴിഞ്ഞ വ്യാഴാഴ്ച അടയ്ക്കേണ്ടത് വൈകിയപ്പോഴാണ് ഇത്തരത്തിൽ കൊടിയ പീഡനം ഇല്ലെങ്കിൽ ഭീഷണി ഉണ്ടാവുന്നത്. അതിൽ മനംനൊന്ത് ശശി ആത്മഹത്യ ചെയ്യുന്നു. ഈ വിഷയത്തിൽ നമുക്കറിയാം, 50,000 രൂപയിൽ 30 തവണകൾ അടയ്ക്കുമ്പോൾ തന്നെ ഏതാണ്ട് 15,000 രൂപയോളം അടഞ്ഞു കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള തുകയ്ക്ക് അപ്പോൾ ഈടാക്കുന്ന പലിശ കണക്കാക്കിയാൽ ഒരു വർഷം കൊണ്ട് 36,000 രൂപയോളം അടയുമ്പോൾ ബാക്കി ഈ വായ്പ എടുത്തതിൽ ശേഷിക്കുന്ന തുക 14,000 രൂപയാണ്. അതിൻ്റെ പേരിൽ വീണ്ടും അടുത്ത ഒരു വർഷം അടയ്ക്കേണ്ടി വരുന്നത് വീണ്ടും 36,000 രൂപ. അപ്പോൾ 100 ഇരട്ടിയിലധികമാണ് ഇതിൻ്റെ പലിശയായി ഈടാക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആക്ഷേപമായി കുടുംബം ഉന്നയിക്കുന്നത്. അതും റിസർവ് ബാങ്ക് ഗവർണർക്കുള്ള പരാതിയിൽ ചൂണ്ടിക്കാട്ടി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇത്തരത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ചൂഷണവും ഗുണ്ടായിസവും അത് അവസാനിപ്പിക്കാനുള്ള ഒരു പോരാട്ടത്തിന് കൂടിയാണ് ശശിയുടെ കുടുംബം ഇറങ്ങുന്നത്. അതിനെ പൂർണ്ണമായും ഇത്തരത്തിലുള്ള ഈ കുടുംബം മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾ ഇല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള സമീപനമാണ് മിനി മുത്തൂറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. നമുക്കറിയാം, ഈ വാർത്ത നൽകിയതിൻ്റെ പേരിൽ നമ്മളോട് പോലും അവർ ഫോണിൽ വിളിച്ച് മോശമായി സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, ഞങ്ങൾ ഇങ്ങനൊരു വായ്പ നൽകിയിട്ടില്ലെന്ന് പോലും പറയുന്നു. പിന്നീട് വായ്പയുടെ രസീത് അടക്കമുള്ള തെളിവുകൾ നൽകുന്നു. അവരുടെ ജീവനക്കാരനയച്ച വാട്സപ്പ് സന്ദേശത്തിൻ്റെ ആ ഫോൺ രേഖകളടക്കം നമ്മൾ പ്രദർശിപ്പിക്കുമ്പോഴാണ് അവർക്ക് അവരുടെ ഭാഗത്തു നിന്ന്, മിനി മുത്തൂറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച ഉണ്ടായത് എന്നവർ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. എന്നിട്ടും അവർ ഈ കുടുംബത്തെ ഒന്ന് ബന്ധപ്പെടുകയോ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി ഈ സ്ഥാപനത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ബന്ധപ്പെടുകയോ ഇതുവരെ ചെയ്തിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗവർണർക്ക് പരാതി നൽകുന്നു, മുഖ്യമന്ത്രിക്കും DGPക്കും നൽകാനിരിക്കുന്നു. അതായത് വളരെ ഗൗരവത്തോടെ ആ കുടുംബം ഈ വിഷയത്തെ സമീപിക്കുന്നു. മാത്രമല്ല, നമ്മൾ ഈ വാർത്ത കൃത്യമായി കൈകാര്യം ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ മിനി മുത്തൂറ്റിൻ്റെ അധികൃതർ എന്താണ് പറയുന്നത്? മിനി മുത്തൂറ്റിൻ്റെ അധികൃതർ പറയുന്നത് തങ്ങൾ ഈ വീട്ടുകാരെ സമീപിച്ചു, 4 ജീവനക്കാരെത്തി എന്നത് സത്യമാണ്. എന്നാൽ സൗഹാർദ്ദപരമായിട്ടാണ് ഇടപെട്ടത്, ഭീഷണി സന്ദേശം അയച്ചിട്ടില്ല. എന്നാൽ ഭീഷണി സന്ദേശം, ആ പറയുന്ന സന്ദേശം എന്തിന് ഡിലീറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, ക്ഷമിക്കണം, ഇത്തരം ഒരു സംഭവത്തിൽ ഇവർ ഭീഷണിപ്പെടുത്തിയില്ല, സൗഹാർദ്ദപരമായിരുന്നു എങ്കിൽ എന്തിനത് ഡിലീറ്റ് ചെയ്യണം എന്ന ചോദ്യവും ഉയരുകയാണ്. കൃഷ്ണൻ, ശരി. മിനി മുത്തൂറ്റ് ജീവനക്കാരുടെ ഭീഷണിയെ തുടർന്ന് ആലപ്പുഴ വള്ളിക്കുന്നത്ത് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റിസർവ് ബാങ്ക് ഗവർണർക്കടക്കം പരാതി നൽകുകയാണ്. ആത്മഹത്യ ചെയ്ത ശശിയുടെ കുടുംബം. മുഖ്യമന്ത്രിക്കും DGPക്കും ഇനി പരാതി നൽകാനിരിക്കുന്നു. മിനി മുത്തൂറ്റുകാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതുകൂടി നമ്മൾ അടിവരയിട്ട് പറയണം. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ. നേപ്പാളിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രക്കിടെ മലയാളി സന്യാസി തെലങ്കാനയിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. കുന്നംകുളം സ്വദേശി ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരി സ്വാമിയാണ് കേരളത്തിലേക്കുള്ള യാത്രയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. താൻ ട്രെയിൻ യാത്രയിലാണെന്നും ആ കമ്പാർട്ട്മെൻറ്റിലെ ഒരു സംഘം തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സ്വാമിജി നാട്ടിലേക്ക് ഫോൺ വിളിച്ചു പറഞ്ഞിരുന്നു. സ്വാമിജിയുടെ കോൾ റെക്കോർഡ് ജനം ടിവിക്ക് ലഭിച്ചു. ഇത് ഒരു വലിയ ഗ്യാങ്ങാണ്. മുന്നേ ഇതുപോലെ ആ ഒരു പെൺകുട്ടിയുടെ മരണം ഉണ്ടായിട്ടില്ലേ, അതുപോലുള്ള ഒരു ഗ്യാങ്ങാണ് ഇത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും.
കേരളത്തിലേക്കല്ലേ ഇപ്പൊ ട്രെയിൻ പോരണത്? ഭഗവാൻ മാത്രമല്ല രക്ഷിക്കാൻ, വേറെ ആരുമില്ല. സമയമുണ്ട്, ധൈര്യത്തിലേക്ക്. ബ്രഹ്മാനന്ദഗിരി സ്വാമിയുടെ വീട്ടിൽ നിന്നും സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, എന്താണ് കുടുംബത്തിന്റെ പരാതി? നേപ്പാളിൽ നിന്നും കുന്നംകുളത്തേക്കുള്ള യാത്രക്കിടയിലാണ് ഇത്തരം ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത്. തൃശ്ശൂർ കുന്നംകുളം വെസ്റ്റ് മങ്ങാട് കുറുമ്പൂർ വീട്ടിൽ ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരിയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ഈ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഫോണിൽ ബന്ധപ്പെടുകയും ഇവിടുത്തെ ഈ കുന്നംകുളത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അദ്ദേഹത്തെ ബന്ധപ്പെട്ട് തനിക്ക് അപകടം പറ്റിയിട്ടുണ്ട്, താൻ ട്രെയിൻ യാത്രയിലാണ്, തനിക്ക് അപകടം പറ്റിയിട്ടുണ്ട്, താൻ കൊല്ലപ്പെടാൻ അല്ല അപായപ്പെടാൻ സാധ്യതയുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ബ്രഹ്മാനന്ദഗിരി സുഹൃത്തിനോട് പങ്കുവച്ചിരുന്നു. തനിക്ക് ഭഗവാൻ മാത്രമാണ് രക്ഷയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീട് ഈ ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരിനെ ബന്ധപ്പെടാൻ സാധിച്ചില്ല. ഒപ്പം ഉണ്ടായിരുന്ന സഹയാത്രികരുടെ ഫോണിൽ നിന്നാണ് അദ്ദേഹം നാട്ടിലേക്ക് വിളിക്കുകയും അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആധാർ കാർഡിൻ്റെ മായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുന്നംകുളത്തേക്ക് അദ്ദേഹം എത്തിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ പറയുന്നത്. എന്തായാലും ഈ യാത്രക്കിടയിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ 29-നാണ് അദ്ദേഹം ഈ റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈ അവിടുത്തെ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മരണപ്പെട്ടു എന്നുള്ളൊരു വിവരം കുടുംബത്തിന് ലഭിക്കുന്നത്. ഈ ഒരു മരണത്തിൽ ദുരൂഹതയാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ PK കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾക്കും ഇവർ നിവേദനം നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നിൽ ഈ സ്വാമി ആദ്യം ബന്ധപ്പെട്ടിരുന്നു. അതായത് താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഈ സുഹൃത്തിനെ വിളിച്ചറിയിച്ചൊരു സാഹചര്യത്തിൽ അതൊരു അപായപ്പെടുത്തലാവാം എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതേപോലെ തന്നെ ഈ മൃതദേഹത്തിന്റെ തലയിൽ ശ്രീബിന്റെ തലയിൽ ഒരു മുറിവും അതേപോലെ തന്നെ തലയ്ക്ക് പിന്നിൽ ഒരു മുറിവും ഒപ്പം വയറിലും നെഞ്ചിലുമാണ് ക്ഷതമേറ്റിട്ടുള്ളത്. എന്തായാലും കുടുംബത്തിലുള്ളവർ തന്നെ ബന്ധുക്കൾ തന്നെ നമ്മൾക്കൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു സംഭവം? എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിവരം അറിയുന്നത്? വിവരം ശനിയാഴ്ചയാണ് നമ്മൾ തെലങ്കാന ഡിസ്ട്രിക്റ്റിലെ ഖമ്മം റെയിൽവേ പോലീസാണ് നമ്മെ വിവരം അറിയിക്കുന്നത്, ഫോട്ടോയും ആധാർ കാർഡും സഹിതം. അത് കഴിഞ്ഞ് നമ്മൾ അത് ഫോട്ടോ സ്ഥിരീകരിച്ചു. അവരതിൻ്റെ ഫർദർ നടപടി എന്നുള്ള നിലയ്ക്ക് അവിടെ വന്ന് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു വാങ്ങണം, താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വന്നു. അതിൻ്റെ ഇടയിലാണ് നമുക്ക് ശ്രീബിൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശ്രീലാൽ എന്ന് പറയുന്നത്. പുള്ളിക്ക് ഫോൺ ചെയ്തിട്ട് സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ട്രെയിനിലൊരു ചെറിയ കശപിശ നടന്നു, അവർ എന്നെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് ഒരു സംസാരത്തിൻ്റെ ഇടയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് എന്തായാലും എനിക്ക് വേറെ ആരും കൂട്ടിനില്ല, ഭഗവാൻ മാത്രമേ എൻ്റെ കൂട്ടിനുള്ളൂ എന്ന് പറയുന്നത് അവൻ്റെ സ്വന്തം മൊബൈലിൽ നിന്നല്ല, അവൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളുടെ മൊബൈലിൽ നിന്നാണ് വിളിച്ചിട്ട് ഇത് സംസാരിച്ചത്. അപ്പോൾ ഇതൊരു സാധാരണ മരണമല്ലാന്ന് തന്നെ ഞങ്ങൾക്ക് 100% ഉറപ്പ്. അതിന് വേണ്ട നടപടികൾ എന്താണെന്നുള്ളത് ഞങ്ങളിവിടെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് 2 പേർക്ക് സുരേഷ് ഗോപി സാറിനും കൃഷ്ണദാസ് സാറിനും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കളക്ടർക്കും SP സാർക്കും മുഖ്യമന്ത്രിക്കും പിന്നെ അതിനോട് അതിൻ്റെ ഉയർന്ന ഏത് വേണ്ടപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണോ അവർക്കൊക്കെ ഞങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറാണ്. ഇതെന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ഒന്ന് അറിയണമെന്ന് അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ പെങ്ങൾക്കും അളിയനായ ഞങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇത് അവിടുത്തെ പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് മരണപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വിശദീകരിക്കാൻ? ഇഞ്ചേർഡ് ടു ഡെത്ത് എന്നാണ് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അത് പ്രാഥമികമായിട്ട് FIR തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ തന്നിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, പേപ്പർ മാത്രമേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം 20 ദിവസം, പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് 20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് വെയിറ്റ് ചെയ്യണം, അത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ പിന്നെ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. എന്തായാലും ഇത് കുടുംബം പറയുന്നത് സംശയം തന്നെയാണ്. ഈ ഒരു മരണത്തിൽ അവർ ദുരൂഹത തന്നെയാണ് ആരോപിക്കുന്നത്. അതേപോലെ തന്നെ നാളെ SP-ക്കും അതേപോലെ തന്നെ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ബ്രഹ്മാനന്ദഗിരിയുടെ വീട്ടിൽ ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹികളും എത്തിയിട്ടുണ്ട്. അവർ ഈ വിവരത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി എത്തിയതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹത ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നുണ്ടോ? എന്താണ്? നമ്മൾ സാമൂഹിക മാധ്യമങ്ങൾ വഴിക്കാണ് സ്വാമിയുടെ ഈ നിര്യാണത്തെ സംബന്ധിച്ചറിഞ്ഞത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും വലിയ ദുരൂഹതകളുണ്ട്, നമ്മൾ പറഞ്ഞ് കേട്ടതറിഞ്ഞ അനുസരിച്ച്.
കാരണം സ്വാമി ഇതിനു മുമ്പ് ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് സുഹൃത്തിനെ വിളിച്ചിരുന്നു, എന്നെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം റെയിൽവേ ട്രാക്കിലാണ് ബോഡി കാണുന്നത്. ആ ബോഡി ഏറ്റുവാങ്ങാൻ ചെന്ന സമയത്ത് അവരും തലയ്ക്കും നെറ്റിയിലൊക്കെ മുറിവ് കണ്ടതായിട്ട് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ അന്വേഷണം വേണം. അത് ഒരു സാധാരണ മരണമോ അല്ലെങ്കിൽ ആത്മഹത്യയോ ഇല്ല. ആ മരണത്തിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത വ്യക്തമാക്കണം. അതിൽ തെലങ്കാനയിൽ വെച്ചാണ് നടന്നത് എന്നുണ്ടെങ്കിലും കേരള ഗവൺമെൻറ്റും ഇവിടുത്തെ പോലീസും അതിൽ ഇടപെടണം. ഹിന്ദു സംഘടനകളെ സംബന്ധിച്ച് ഈ കുടുംബത്തോടൊപ്പം നിന്ന് നമ്മളും പരാതിയും അന്വേഷണവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇതിലെ സത്യം പുറത്തു വരുന്നത് വരെ ഹിന്ദു ഐക്യവേദി കുടുംബത്തോടൊപ്പം ഉണ്ടാവും. എന്നാലും അത് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. അതായത് ഈ ഒരു മരണത്തിൽ, ഈ ഒരു ദുരൂഹമായിട്ടുള്ള മരണത്തിലെ അതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ പ്രാഥമിക യാത്രക്കിടെ മലയാളി സന്യാസി തെലങ്കാനയിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്. മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ ഗുരുതരാവസ്ഥയിൽ മാറ്റമില്ല. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നുവെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരേ നിലയിലാണ് VSന്റെ ആരോഗ്യം. അതിപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു അല്ലേ? കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. 23-ാം തീയതിയാണ് കഴിഞ്ഞ മാസം VS അച്യുതാനന്ദനെ തിരുവനന്തപുരത്ത് SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടയ്ക്ക് 1-2 ദിവസം ആരോഗ്യനില കുറച്ച് മെച്ചപ്പെട്ട് എന്നതൊഴിച്ചാൽ ഇപ്പോൾ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 11:00 മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. അതിനുശേഷം 12 മണിക്കകത്താണ് ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഒറ്റ വരി മാത്രമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അത് പറയുന്നത് ഇത്തരത്തിലാണ്: VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമില്ല എന്നുള്ളതാണ്. എന്തായാലും തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണം VSന് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ മുതിർന്ന CPMന്റെ നേതാക്കന്മാർ, മന്ത്രിമാർ അടക്കമുള്ളവർ ഇവിടെ എത്തി കുടുംബത്തിനെ കാണുന്നുണ്ട്, VSനെ കാണുന്നുണ്ട്. കൂടാതെ തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 7 വിദഗ്ധ ഡോക്ടർമാർ, വിവിധ മേഖലയിലെ വിദഗ്ധ ഡോക്ടർമാർ പ്രത്യേക സംഘം ഇവിടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. SUT ആശുപത്രിയിലെ വിദഗ്ധ സംഘവും VSനെ നിരീക്ഷിച്ചു വരികയാണ്. തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ ഡയാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ BP ഇപ്പോഴും ഒരു ആശങ്കാജനകമായി നിൽക്കുകയാണ്. ആ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരടക്കം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. കുടുംബം, ഒപ്പം തന്നെ CPMന്റെ മുതിർന്ന നേതാക്കന്മാർ, ഗൺമാന്മാർ അടക്കമുള്ളവർ ഇവിടെ VSന്റെ ആശുപത്രിയിൽ തുടരുകയാണ്, അല്ലെങ്കിൽ VSനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആശുപത്രിയിൽ തുടരുകയാണ്. ഇപ്പോൾ 2 കൂടി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 23-ാം തീയതി മുതൽ VS അച്യുതാനന്ദനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ചെറിയ തോതിലുള്ളൊരു ഹൃദയാഘാതം, പിന്നീടുണ്ടായ ശാരീരിക ബുദ്ധിമുട്ട്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ, ഇതൊക്കെയാണ് VSനെ പെട്ടെന്ന് VSന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു, നിരീക്ഷണത്തിലാണ്. ഫേസ്ബുക്കിലൂടെ ഭാരതാംബയെ അധിക്ഷേപിച്ച സംഭവത്തിൽ VSSC ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറിയും കടുത്ത ഇടത് അനുഭാവിയുമായ GR പ്രമോദിനെതിരെയാണ് അന്വേഷണം. അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ DGP നിർദ്ദേശം നൽകി. GR പ്രമോദിന്റെ ഭാരതാംബയെ അധിക്ഷേപിക്കൽ ജനം TV വാർത്തയാക്കിയിരുന്നു. പരാതി ഫയലിൽ സ്വീകരിച്ച സംസ്ഥാന പോലീസ് മേധാവി പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് സെല്ലിന് കൈമാറി. വിഷയത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശം നൽകി. ഭാരതാംബയെ അധിക്ഷേപിച്ച സംഭവത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നടപടി. തിരുവനന്തപുരം തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ഉദ്യോഗസ്ഥനായ GR പ്രമോദാണ് ഫേസ്ബുക്കിലൂടെ ഭാരതാംബയെ വികലമായി ചിത്രീകരിച്ചത്. ദേശീയവാദികളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലായിരുന്നു GR പ്രമോദിന്റെ അധിക്ഷേപം. കടുത്ത ഇടതുപക്ഷാനുഭാവിയും ഇടത് സർവീസ് സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയന്റെ സെക്രട്ടറിയുമാണ് പ്രമോദ്. പ്രമോദിന്റെ ഭാരതാംബയെ അധിക്ഷേപിച്ച പോസ്റ്റിനെതിരെ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പ്രധാനമന്ത്രിക്കും ഗവർണർക്കും PSSC ഡയറക്ടർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. പ്രമോദ് നടത്തിയത് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശമാണ്, നടപടി ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി. അതേസമയം അതീവ ഗൗരവമായ വിഷയത്തിൽ VSSC ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ജനം, തിരുവനന്തപുരം. കൊല്ലം നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. BJP കൊല്ലം കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാലിന്യം മേയർക്ക് സമർപ്പിച്ച് പ്രതിഷേധിക്കാനായിരുന്നു നീക്കം. ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. മാലിന്യവുമായി
ബാരിക്കേഡ് ചാടിക്കടന്ന BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ക്വാഡ് രാഷ്ട്രങ്ങൾ. ഭീകരാക്രമണത്തിന് പിന്തുണ നൽകിയവരും ഗൂഢാലോചന നടത്തിയവരും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ക്വാഡ് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഭീകരാക്രമണങ്ങളോട് വിട്ടുവീഴ്ച പാടില്ലെന്ന നിലപാട് എസ് ജയശങ്കർ വാഷിംഗ്ടണിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. വാഷിംഗ്ടണിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനമാണ് പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചത്. ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നവരും പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഭീകരതയ്ക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടാകരുത്. UN അംഗരാജ്യങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നും വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ കർശന നിലപാട് വേണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. About terrorism in the light of our recent experience. The world must display zero tolerance. Victims and perpetrators must never be acquitted. And India has every right to defend its people against terrorism, and we will exercise that right. We expect our Quad partners to understand and appreciate that. India plans to host the next Quad summit. We have some proposals on how to make that productive. I'm sure so do our partners. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം അനുശോചനം അറിയിച്ചു. UN അംഗരാജ്യങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ധാരണകളുടെയും അനുബന്ധ സഹകരണ നീക്കങ്ങളുടെയും അടിസ്ഥാനത്തിൽ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഗാസ വെടിനിർത്തൽ ധാരണാ വ്യവസ്ഥകൾ ഇസ്രയേൽ അംഗീകരിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തെ വെടിനിർത്തൽ വ്യവസ്ഥകൾക്ക് ഇസ്രയേൽ അംഗീകാരം നൽകിയെന്ന് US പ്രസിഡന്റ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വെടിനിർത്തൽ നീക്കം ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണയ്ക്കുള്ള വ്യവസ്ഥകൾ ഇസ്രയേൽ അംഗീകരിച്ചതായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നത്. സമൂഹമാധ്യമത്തിലെ കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വെടിനിർത്തൽ കാലയളവിൽ തുടരുമെന്നും ട്രംപ് കുറിപ്പിൽ പറയുന്നു. ധാരണ ഹമാസ് അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാത്തപക്ഷം വലിയ ആഘാതം അവർക്ക് സംഭവിച്ചേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പും നൽകുന്നു. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും വെടിനിർത്തൽ ധാരണയ്ക്ക് കാര്യമായ ശ്രമങ്ങൾ നടത്തി. 60 ദിവസങ്ങൾക്കുള്ളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഈജിപ്തും ഖത്തറും ചേർന്ന് ഹമാസിനെ അറിയിക്കും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ജനുവരി 19-നാണ് ആദ്യഘട്ടം വെടിനിർത്തൽ ആരംഭിച്ചത്. എന്നാൽ തുടർന്നുള്ള 2 ഘട്ടങ്ങളും കൃത്യസമയങ്ങളിൽ നടപ്പായിരുന്നില്ല. ഇതിനിടെ ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള ഭീകരർക്ക് പിന്തുണ നൽകിയിരുന്ന ഇറാനെ വൻതോതിൽ സൈനികമായി കീഴ്പ്പെടുത്താനും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമായി. പശ്ചിമേഷ്യയിലെ മാറിയ സാഹചര്യത്തെ തുടർന്നാണ് വീണ്ടും വെടിനിർത്തൽ നീക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ടു പോകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. തിരുവനന്തപുരം ബ്രഹ്മോസ് എയറോസ്പേസ് DRDOയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ BAPL-ൽ നിന്നും തിരുവനന്തപുരം യൂണിറ്റിനെ വേർപെടുത്തി. മെച്ചപ്പെട്ട ഭരണനിർവഹണമടക്കം ലക്ഷ്യമിട്ടാണ് ആത്മനിർഭർ ഭാരതിൽ ഉൾപ്പെടുത്തിയുള്ള ഏറ്റെടുക്കൽ. സ്ഥാപനത്തിലെ ജീവനക്കാരും കേന്ദ്ര സർക്കാരിന് കീഴിലേക്കാണ്. മാറ്റം സംബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയം ഉറപ്പു നൽകിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സൂപ്പർസോണിക് മിസൈൽ സംവിധാനമായ ബ്രഹ്മോസിന്റെ നിർണായക ഘടകങ്ങൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സ്ഥാപനങ്ങളിലൊന്നാണ് ബ്രഹ്മോസ് എയറോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡ്. ലാഭകരമായി പ്രവർത്തനം തുടരുന്ന തിരുവനന്തപുരം യൂണിറ്റിന്റെ പ്രകടന മികവ് വർദ്ധിപ്പിക്കുവാനും ഭരണനിർവഹണം കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടാണ് മാതൃ കമ്പനിയിൽ നിന്നും വേർപെടുത്തി DRDOയുടെ കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനമാക്കി മാറ്റുന്നത്. ഇന്ത്യ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നുമാണ് തിരുവനന്തപുരം യൂണിറ്റിനെ വേർപെടുത്തി ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമാക്കുന്നത്. തിരുവനന്തപുരത്തെ ജീവനക്കാരും കേന്ദ്ര സർക്കാർ ചട്ടക്കൂടിന്റെ ഭാഗമായി മാറും. വിദേശ രാജ്യവുമായുള്ള സംയുക്ത സംരംഭമായതിനാൽ നേരത്തെ ബ്രഹ്മോസ് ജീവനക്കാരെ കേന്ദ്ര സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതിനു കൂടിയാണ് സ്വതന്ത്ര സ്ഥാപനമാക്കുന്നതോടെ മാറ്റം വരുന്നത്. കമ്പനിയുടെ പുനഃക്രമീകരണം സംബന്ധിച്ചും ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയിലും ഉറപ്പ് ലഭിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനം TVയോട് പ്രതികരിച്ചു. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാകുന്ന വിധത്തിൽ ബ്രഹ്മോസ് തിരുവനന്തപുരം യൂണിറ്റിന്റെ ശേഷി പൂർണ്ണതോതിൽ വിനിയോഗിക്കുകയാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ജനം, തിരുവനന്തപുരം. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.